8ലോ 9ലോ പഠിക്കുന്ന സമയം. അന്ന് കള്ളൻ മാധവൻ അവസാനം ഈ ഇങ്ങനെ നാട്ടുകാരിങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ അന്ന് മനസ്സിൽ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഞങ്ങളുടെ തലമുറയുടെ മനസ്സിൽ കയറി ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇവിടെ തന്നെയാണ് 4 വർഷത്തിന് ശേഷം ഇവിടെ തന്നെയാണ് ഞാനും ബിന്ദു ഒക്കെ ഇവിടെ ഫസ്റ്റ് ഷോ കണ്ടത്. അതോടൊപ്പം ഇന്ന് ഇപ്പം 50ാമത്തെ ദിവസത്തെ ഷോ വരുന്നു. ഒരുപാട് സന്തോഷം. നമ്മൾ അന്യൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഡയലോഗ് ഉണ്ട്, ഞാൻ MGR പാത്ത്, ശിവാജിയെ പാത്ത്, രജനിയെ പാത്ത്, കമലെ പാത്ത്, ഇതുപോലൊരു നടികനെ പാത്തവേ ഇല്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ വിചാരിക്കുക ഡയലോഗ് ദിലീപേട്ടനുള്ള ഹൈപ്പാണ്. അല്ല, ആ ഹൈപ്പ് ഈ ഫാൻസിനുള്ളതാണ്. ഞാൻ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ ഇതുപോലൊരു ഫാൻസിനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ വേറൊരു ചിത്രത്തിന്റെ ഒരു രീതിയിൽ ഞാനത് പറയില്ല. ഞാൻ വർക്ക് ചെയ്ത നടന്മാരുടെ എല്ലാ ഫാൻസിന്റെ വളരെ അടുത്ത ബന്ധമുള്ളതാണ്. പക്ഷെ ഈ സിനിമയുടെ കഥ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ദിലീപേട്ടന്റെ വീട്ടിൽ ഞങ്ങൾ 3 തവണ പോയിട്ടുണ്ട്. ആ 3 തവണ ചെല്ലുമ്പോഴും എന്തുകൊണ്ട് ഈ ഫാൻസ് ഇത്ര ആത്മാർത്ഥമാണെന്നുള്ളതിന്റെ ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള റീസണാണ് ഞങ്ങൾ മുന്നിൽ പറയുന്നത്. 3 തവണ ചെന്നതിൽ 2 തവണ വെണ്ണലയിലെ വീട്ടിൽ ദിലീപേട്ടനോട് ഫാൻസുകാരുണ്ട്. ആ ഫാൻസായിട്ട് സംസാരിക്കുന്നത് മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. ഞങ്ങൾ സാക്ഷിയാണ്, ഞാൻ ബിന്ദു സാക്ഷിയാണ്. അപ്പൊ അവരായിട്ടുള്ള സംസാരം കഴിഞ്ഞിട്ട് ഫാൻസുകാർക്ക് ഒരു സ്നേഹം ഉണ്ടല്ലോ നടനോട്. ഇത് ഒരു നടന് തിരിച്ച ആ ഫാൻസിനോടുള്ള സ്നേഹം ഞാൻ കൺമുന്നിൽ ഇത്രത്തോളം ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ വളരെ സന്തോഷമായിട്ട് വേറെ കാര്യമുണ്ട്. ഈ സിനിമ ഇറങ്ങി 1ാമത്തെ ദിവസം വൈകുന്നേരം അല്ലെങ്കിലോ വൈകുന്നേരം തൊട്ട് നെഗറ്റീവ് റിവ്യൂസ് കാര്യങ്ങൾ അഭിപ്രായമല്ല കേട്ടോ, സിനിമയുടെ കഥ പറഞ്ഞ് നശിപ്പിച്ച് 5 ഇഞ്ച് മൊബൈലുണ്ട്, 500K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുള്ള അഹങ്കാരത്തിൽ ആരെങ്കിലുമൊക്കെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് 3 കാര്യങ്ങൾക്ക് തെറ്റി. ഒന്ന് ഇത് മാജിക് ഫ്രെയിംസിൽ നിർമ്മിക്കുന്ന ചിത്രമാണെന്ന് അവർ ഓർത്തില്ല. ഇത് മാജിക് ഫ്രെയിംസ് നിർമ്മിക്കുന്ന ചിത്രമാണെന്ന് അവർ ഓർത്തില്ല. 2 ഈ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയാണെന്ന് അവർ ഓർത്തില്ല. 3 ലക്ഷക്കണക്കിന് ജനങ്ങളുടെ നെഞ്ചിലാണ് ഈ അവരോടൊക്കെ പറയാനുള്ളത്. ഞാൻ വൈകാരികമായിട്ട് സംസാരിക്കുള്ളൂ, എനിക്ക് ഡിസിപ്ലിൻ ഇല്ല, വൈകാരികമായിട്ട് സംസാരിക്കുള്ളൂ. അവരോടൊക്കെ പറയാനുള്ളത് ചിഞ്ചുവിനോട് ചിഞ്ചുവിനോടൊരു സീനിൽ പറയുന്നുണ്ട്, ഗോൾഡൻ ബട്ടൺ പൊളിച്ചിട്ടിട്ട് പറയുന്നുണ്ട്, ഇത്ര ഉള്ളൂ നീ. നമ്മൾക്ക് പറയുന്ന പടത്തിന്റെ 5ാമത്തെ ദിവസത്തെ സക്സസ് സെലിബ്രേഷനിലാണ്, മനസ്സിലായോ? 1ാമത്തെ ദിവസമുള്ള നീ റിവ്യൂ ഇട്ടെ, ബാക്കി 49 ദിവസം ഇവിടെ കണ്ടത് ഈ ചിത്രം കണ്ട ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് അറിയിക്കപ്പെടുന്ന 10 മിനിറ്റ് റിവ്യൂവിൽ തീർക്കാൻ പറ്റില്ല സർ. ഈ മനുഷ്യന്റെ വിശ്വാസം ഞങ്ങളുടെ 1 വർഷത്തെ അധ്വാനം, ഞാൻ സംസാരിക്കുന്ന എനിക്ക് വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ ഈ ടീമിന്റെ 1 വർഷത്തെ അധ്വാനം ഒരാളുടെ 10 മിനിറ്റ് റിവ്യൂവിൽ തീർക്കാൻ പറ്റുന്നതല്ല. ഇനി ഇതിന്റെ പേരിൽ നീ റിവ്യൂ ചെയ്യും, 50 മിനിറ്റിൽ കുറയാതെ റിവ്യൂ ചെയ്യും. മലയാള സിനിമാ പ്രേക്ഷകനെ സിനിമ പഠിപ്പിക്കാൻ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. മലയാള സിനിമാ പ്രേക്ഷകർക്ക് അവർ തിയേറ്ററിൽ വന്ന് കണ്ടറിയും. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്നുകൊണ്ട് സിനിമ അനുഭവിച്ചവനാണ് മലയാളി. അവന് ഈ സിനിമ ഇന്നതാണ്, സിനിമ നല്ലതാണ് കേട്ടോ, ചീത്തയാണ് കേട്ടോ, ഞാൻ പറയുന്ന പോലെ ചെയ്യുന്നു പറയാൻ മധ്യസ്ഥന്റെ ആവശ്യമില്ല. വൈകാരികമാവും. കാരണം അത്രത്തോളം ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ, ഇല്ലാതാക്കാൻ ശ്രമിച്ചവരോടുള്ള മറുപടിയാണ്. വിമർശകരോടുള്ള കേട്ടോ, വിമർശനത്തിലൂടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്റെ മുന്നത്തെ സിനിമ മലയാളി ഫ്രം ജലിസിനറിയാം, നമ്മൾ വിമർശനങ്ങൾ നേരിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ക്രിറ്റിസിസം നമ്മൾ നേരിടും. അതല്ല അതിനോടല്ല ഈ പ്രതികരണം മനഃപൂർവ്വം സിനിമ നശിപ്പിക്കാൻ പോലുള്ളതാണ്. അതുകൊണ്ട് മധുര പ്രതികാരം കൂടി ഉണ്ട് ഇവിടെ. ഒരുപാട് സന്തോഷം. പിന്നെ റിയാസ് ഭായ് ഈ പറഞ്ഞു തീർക്കുകയാണ്, പ്രിൻസ് ആൻഡ് ഫാമിലി എന്നാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ. അതേപോലെ ദിലീപേട്ടന്റെ ഫാൻസ് എന്ന് ഞാൻ പറയില്ല, ഇത് ദിലീപ് ആൻഡ് ഫാമിലിയാണ്. അത്രത്തോളം എനിക്കും റിയാസ് ഭായിക്ക് എനിക്ക് അത്രയും പറഞ്ഞാൽ അത് ബോറായി പോകും. അത്രയും അടുപ്പം റിയാസ് ഭായി ആയിട്ടും അഖിലായിട്ടും രൂപേഷേട്ടനായിട്ടും ജയേഷേട്ടനായിട്ടും പേരെടുത്തറിയാവുന്നവരാണ് എല്ലാവരും. അത്രയും അടുപ്പം നമുക്കുണ്ട്. അവർ കൂടെ നിന്നു. അവർ ഈ സിനിമയുടെ കൈക്കുമ്പിളിൽ നിന്ന് ഈ സിനിമ വീഴാതെ രൂപേഷേട്ടനും റിയാസ് ഭായി പറഞ്ഞു തരുന്നുണ്ട്. ഫസ്റ്റ് ഡേ ആ സമയത്ത് നെഗറ്റീവ് വന്നപ്പോൾ അവർ പറഞ്ഞിട്ട് ഈ ചിത്രം 50 ദിവസം കാണും തിയേറ്ററിൽ നിന്ന്. ഞാൻ വിശ്വസിച്ചില്ല, അവർ വിശ്വസിച്ചിരുന്നു. അവരുടെ വിശ്വാസം നിവർത്തിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു കൃഷ്ണേട്ടാ. പറയാനുള്ളതെല്ലാം മനസ്സിൽ നിന്ന് വന്നു പോകുന്നതാണ്. എല്ലാം അങ്ങനെ തന്നെ എടുക്കുക. പറയാനുള്ളതിൽ മാറ്റമില്ല, പറയാനുള്ളതിനോട് ക്ഷമയില്ല, പറയാനുള്ളതിൽ ഉറച്ചു നിൽക്കും.
150ാമത്തെ സിനിമയാണിത്. ഞങ്ങൾ ഡിസ്റ്റിൻ ചേട്ടൻ, മാജിക് ഫ്രെയിംസ്, ബിൻഡോ, ഞാൻ, അഖില്, സന്തോഷ് ചേട്ടൻ, ഞങ്ങൾ ഇതിൻ്റെ പൂജയ്ക്കൊരു വാക്ക് തന്നിരുന്നു. ആ വാക്ക് ഞങ്ങളിവിടെ പാലിക്കുകയാണ്, ഞങ്ങളിവിടെ നിറവേറ്റുകയാണ്. ദിലീപ് ഏട്ടനൊക്കെ ഒരു കലക്കം പടം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ചിത്രം ചരിത്രത്തിലുണ്ടാവും. ആ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുണ്ടാവും. താങ്ക് യു.